എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാൽക്കപ്പയും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഈ കപ്പ ഞാൻ പുറത്ത് വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറച്ച് വേവുള്ള കപ്പയായതുകൊണ്ട് ഞാൻ അതിനെ കുക്കറിലേക്ക് മാറ്റിയിട്ടാണ് വേവിച്ചത്. അപ്പോൾ കപ്പ നന്നായിട്ട് ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്കിതിലെ ഈ വെള്ളം അങ്ങോട്ട് ഊറ്റിക്കളയണേ. ബാക്കി കാര്യങ്ങൾ എന്നിട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കൊട്ടി കൊടുക്കാം. അപ്പം നമുക്ക് പാലൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പം ഇതാണ്. അങ്ങനെ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം കപ്പ. അപ്പോൾ കുക്കറിലിട്ടപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇത് നമ്മളെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത കപ്പയാണ് ഇത്. അപ്പോൾ ചെറുതായിട്ടാണ് ഉണ്ടായത് കപ്പ. ഇപ്പൊക്കെ വലുതായി പറിച്ചതാണ്. അപ്പോൾ നല്ല കപ്പ, നല്ല ടേസ്റ്റ് അത് കഴിക്കാനും. അപ്പോൾ നമ്മൾ 2 പാൽ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇത് 3 ചതച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ശരിക്കും പാല് പിഴിയുന്നതിൻ്റെ മുന്നേ ചേർക്കണം. അപ്പോൾ ഞങ്ങൾ പാല് പിഴിഞ്ഞ് കപ്പ കുറച്ച് കുട്ടികൾക്ക് മാറ്റി വെച്ചതുകൊണ്ടാണ് അതിൻ്റെ ശേഷം ചേർത്തത് കേട്ടോ. പിന്നെ ഇഞ്ചി വേണ്ടവർക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ഇഞ്ചി ചേർത്തിട്ടില്ല. അപ്പോൾ ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ഇതിൽ ചേർത്തിട്ടില്ല. ഇപ്പോൾ കപ്പേൻ്റെയൊക്കെ സീസണാണ് ഇവിടെ നല്ല കപ്പ ഇപ്പോൾ പറിക്കാൻ കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 പാലും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ പാൽക്കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ പാൽക്കപ്പ കഴിക്കാൻ. അതിൽ തേങ്ങാപ്പാൽ എത്ര കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റായിരിക്കും. ഇനി വറവിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, മുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ചുവന്ന മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂത്ത് വരുന്ന മണം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊക്കെ. നമുക്ക് വറവ് പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പാൽക്കപ്പ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഇത്. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. ചിക്കനിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ട് അതിലേക്ക് വലിയ ഉള്ളി, നന്നായിട്ട് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 2 അല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ടിടുക, കാരണം പാൽക്കപ്പയിൽ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടതാണ്. അപ്പോൾ രണ്ടും കൂടിയാണല്ലോ നമ്മൾ കഴിക്കുക. ഇത്രയേ ഉള്ളൂ. ചിക്കൻ നമുക്ക് ഇനി ഇത് ഒരു കുക്കറിലേക്ക് മാറ്റി വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, കാരണം പാൽക്കപ്പ കഴിക്കുമ്പോൾ അതിൽ കുറച്ചൊരു ഗ്രേവി വേണ്ട. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിലേക്ക്. അങ്ങനെ നമ്മളെ പാൽക്കപ്പയും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.